ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കിലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്തേ തിരുവേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ പരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കുതിറമുത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ത്രിപുരാംബിക എന്നുള്ള നാമത്തോടു കൂടി 976 നാമം ത്രിപുരാംബിക എന്ന നാമത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 178 ശ്ലോകം. അപ്പോൾ ത്രിപുരാംബിക എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തെ കുറിച്ചിട്ട് ഒന്ന് ജനറൽ ആയിട്ട് കണ്ടിരുന്നു. കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്ന 3 ദേവതകളെ ആ അവസാനത്തെ ത്രികോണം ഏറ്റവും ഉള്ളിലുള്ള ഊർധ്വമുഖമായിട്ടുള്ള ബിന്ദുമണ്ഡലവാസിനിയായിട്ട് കാമേശ്വരാംഗസ്ഥയായി ദേവി വിരാജിക്കുന്ന ആ ബിന്ദു ഉൾക്കൊണ്ടിട്ടുള്ള ഏറ്റവും ഇന്നർ ത്രികോണം. ആ ത്രികോണത്തില് അതിന്റെ 3 മൂലകളിലും ഉള്ളത് ഈ 3 ദേവികളാണ്. കാമേശ്വരിയും വജ്രേശ്വരിയും ഭഗമാലിനിയും. അപ്പോ ആ ത്രികോണത്തിനെ ത്രികൂട എന്ന് പറയും, അല്ലെങ്കിൽ ത്രിപുര എന്ന് പറയും. അപ്പൊ ആ ത്രിപുരാംബിക എന്നുള്ളത് അതിന്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പൊ ഓരോ ത്രികോണത്തിന്റെയും അധിഷ്ഠാന ദേവതകളും ഓരോ ആവരണത്തിന്റെ ദേവതകളും മുദ്രകളും ഒക്കെ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണും. നമുക്ക് 179 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. ഇവിടെ 179 ശ്ലോകത്തില് 977 മുതൽ 981 വരെയുള്ള 5 നാമങ്ങളാണുള്ളത്. ഓരോ നാമങ്ങളായിട്ട് നമുക്ക് കാണാം. നമ്മൾ ബിന്ദു ദർപ്പണ സന്തുഷ്ട എന്നുള്ള നാമത്തില് ശ്രീചക്രത്തെ കുറിച്ച്, അതിന്റെ നവാവരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുറേശ്ശെയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു. ഇന്ന് ഞാൻ ഈ നാമങ്ങള് ദശമുദ്ര സമാരാധ്യ എന്ന് വരുമ്പോഴും ആ ശ്രീചക്രത്തിന്റെ ഈ ആവരണങ്ങളിലെ യോഗിനിമാരും അതുപോലെ തന്നെ ആ യോഗിനിമാർക്കൊക്കെ അധിഷ്ഠാന ദേവതയായിട്ട് വസിക്കുന്ന ദേവിയുടെ അംശവും അല്ലെങ്കിൽ ഉപദേവതയും, അതുപോലെ അവിടെ അർപ്പിക്കാനുള്ള മുദ്രാദേവതയും ആ മുദ്രാദേവതയ്ക്ക് അർപ്പിക്കുന്ന മുദ്രയും ഒക്കെ നമുക്ക് ഇന്ന് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടതെന്ന്. എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു ആ പോസ്റ്റ്. അത് വായിക്കാത്തവര് ഈ ക്ലാസ് കഴിഞ്ഞിട്ടും ഒന്ന് വായിച്ചു നോക്കുക. ദശമുദ്ര സമാരാധ്യ. മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് മുദ്രകൾ കണ്ടിട്ടുള്ളത്? കഥകളിക്ക് മുദ്രകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ കൈകൊണ്ട് കാണിക്കുന്ന ആ നടനും അതുപോലെ സദസ്യരും തമ്മിൽ സംവദിക്കുന്നതിനാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഭരതനാട്യാണെങ്കിലും അതുപോലെ തന്നെ കഥകളിയാണെങ്കിലും ഏത് നമ്മളെ നൃത്യങ്ങളിലൊക്കെ ഈ മുദ്രകൾ ഉപയോഗിക്കും. ആ മുദ്രകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ നാട്യം ചെയ്യുന്ന ആളും അത് കാണുന്ന ആളും തമ്മിൽ സംവദിക്കാനുള്ളതാണ്. എന്താണോ ആ നർത്തകൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ഭാഷയിലല്ലാതെ തന്നെ കൃത്യമായി പകർന്നു കൊടുക്കാനുള്ള ചില മെത്തേഡുകളാണ് മുദ്ര എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മുദ്ര എന്താണ്? പറയുമ്പോ അത് തന്നെയാണ്. ഇവിടെ സാധകൻ ദേവിയായിട്ട് സംവദിക്കുകയാണ്. ഒരു കലാകാരൻ എങ്ങനെ
സദസ്സുമായിട്ട് സംവദിക്കുന്നുവോ മുദ്ര കാണിച്ച്, അതുപോലെ തന്റെ കൈകളാലും ആ കൈകളിലെ വിരലുകളാലും ആ വിരലുകളുടെ ചലനങ്ങളാലും ചില ആ മുദ്രകൾ കാണിച്ച് സംവദിക്കുകയാണ് ആര്? ദേവിയുമായിട്ട്. അപ്പോ ശരിക്കും മന്ത്രത്തെക്കാളും തന്ത്രത്തെക്കാളിലും ഒക്കെ വളരെ ഔന്നത്യമുള്ളതാണ്. കാരണം അഭ്യസിച്ചിട്ട് പരിശീലിച്ച് നേടേണ്ടതാണ് മുദ്രകളിലുള്ള പ്രാവീണ്യം. അപ്പൊ മുദ്രകളൊക്കെ പഠിക്കേണ്ടത് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ദശമുദ്ര സമാരാധ്യ എന്നുള്ള ഈ നാമമുള്ളത് കൊണ്ട് ആ നാമത്തിന്റെ അന്തരാർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ശരിക്കും ദശമുദ്ര എന്ന് പറഞ്ഞാൽ 10 മുദ്രകളാണ്. 10 മുദ്രകളാൽ സമമായി സമ്യക്കായിട്ട് ആരാധിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ ആരാധിക്കുന്നവൾ ആരോ അവൾ, ആ ദേവിക്ക് നമസ്കാരം. ദശമുദ്ര സമാരാധ്യ, ഇതാണ് ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം. ഇനി ദശമുദ്രകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മള് ശ്രീചക്രത്തെ കുറിച്ച് അറിയണം, ശ്രീചക്രത്തിന്റെ നവാവരണങ്ങളെ കുറിച്ച് അറിയണം. ശരിക്കും ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ സാധകൻ ശരിക്കും തന്ത്രവിദ്യയില് മന്ത്രജപം നടത്തിയിട്ട് സാധകൻ അനുഷ്ഠിക്കുന്ന മുദ്രകളാണ് ഏത്? ദശമുദ്രകള് എന്ന് പറയുന്നത്. അപ്പോ കൈവിരലുകളും അതുപോലെ തന്നെ കൈവിരലിന്റെ ചലനങ്ങൾ ഉപയോഗിച്ചാണ് മുദ്രകൾ കാണിക്കുന്നത്. ഇനിയോ ഓരോ ചക്രത്തിലും അതിന്റെ ആ ചക്രത്തിലൊക്കെയുള്ള യോഗിനിമാരുണ്ട്. ആ യോഗിനിമാരെയും കഴിഞ്ഞ് ആ ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയുണ്ട്. ആ ദേവിയുടെ തന്നെ അംശമാണ്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ചക്രം ആ ദേവതയെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് അടുത്ത ചക്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ ചക്രത്തിലെയും പ്രവേശിച്ച് അവസാനം എത്തുന്നതാണ് ഇവിടെ അവസാനത്തെ ചക്രത്തില്. ആ അവസാനത്തെ ചക്രത്തിൽ എത്തുമ്പോഴാണ് അവസാനത്തെ ത്രികോണം. ആ ത്രികോണത്തിൽ എത്തുമ്പോൾ അവിടെയാണ് ബിന്ദുമണ്ഡലവാസിനിയായിട്ടുള്ള ദേവി ഇരിക്കുന്നത്. അപ്പൊ ആ ദേവിയെ ദർശിക്കണമെങ്കിൽ, ആ ദേവിയിൽ അലിഞ്ഞു ചേരണമെങ്കിൽ, ആ ദേവിയെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കണമെങ്കിൽ ഈ ഓരോ ചക്രദേവതകളെയും നമുക്ക് പ്രീതിപ്പെടുത്തി മുന്നിലോട്ട് പോകണം. അങ്ങനെയാണ് ഈ ശ്രീചക്ര പൂജ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇവിടെ വലത് കൈയ്യ് പ്രകാശരൂപനായിട്ടുള്ള ശിവനെ പ്രതിനിധാനം ചെയ്യുന്നു, ഇടത് കൈയോ വിമർശരൂപിണിയായിട്ടുള്ള ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ശിവനും ശക്തിയുമാണ് ഈ ബ്രഹ്മാണ്ടം തന്നെ സൃഷ്ടിക്കുന്നത് എന്നുള്ള സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ പ്രകാശരൂപനായിട്ടുള്ള ശിവനാണ്, വിമർശരൂപിണിയായിട്ടുള്ള ശക്തിയാണ്. ഇപ്പൊ നമ്മൾ വാക്കും വാക്കിന്റെ അർത്ഥവും എന്ന് പറയുന്നത് പോലെ, ഒന്ന് വാക്കായി കാണുന്ന ഒന്ന്, വാക്കിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മറ്റൊന്ന്. അതുപോലെയാണ് പ്രകാശവും വിമർശവും. വിമർശരൂപിണി എന്നുള്ള നാമം നമ്മള് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞപ്പോ നമ്മള് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, വിമർശം എന്തായിരുന്നു എന്ന്. അപ്പോ ശരിക്കും ഇങ്ങനെ രണ്ട് ശിവനെയും ശക്തിയും പ്രതിനിധീകരിക്കുന്നതാണ് വലതു കൈയും ഇടതു കൈയും. എന്നിട്ടോ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെയും ത്രിതങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ത്രിതയങ്ങളെ സൂചിപ്പിക്കുന്ന 5 വിരലുകൾ, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവ ഉപയോഗിച്ചിട്ട് വിവിധ മുദ്രകള് അതിന് അഭ്യസിച്ചിട്ടുള്ള സാധകൻ ഗുരുമുഖത്തു നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള അഭ്യാസത്താൽ സാധകൻ വീണ്ടും വീണ്ടും ഈ ഉപാസകൻ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഓരോ ചക്രങ്ങളെയും പ്രീതിപ്പെടുത്തി ആ ചക്ര അധിദേവതകളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതിനാണ് ഇവിടെ മുദ്രകള് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ശ്രീചക്രത്തിന്റെ ഘടന എന്ന് നോക്കാം. ശ്രീചക്രം നമ്മൾക്ക് ആദ്യമേ അറിയാം. 4 ത്രികോണങ്ങള്, ഊർധ്വമുഖമായിട്ടുള്ള 4 ത്രികോണങ്ങള് ശിവനെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ അധോമുഖമായിട്ടുള്ള 5 ത്രികോണങ്ങള് ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ഈ 9 ത്രികോണങ്ങള് പരസ്പരം ഖണ്ഡിക്കുമ്പോൾ അനവധി ത്രികോണങ്ങൾ ഉണ്ടാവും. ഒരു കേന്ദ്ര ത്രികോണം ഒന്നുണ്ട്. അത് കഴിഞ്ഞ് അഷ്ടത്രികോണം എന്ന് പറഞ്ഞ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഭൂപരത്തിലേക്ക് പോകുന്ന സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ത്രികോണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ദേവി ഇരിക്കുന്ന ബിന്ദുമണ്ഡലത്തിന്റെ ത്രികോണമുണ്ട്. അത് ഒരു ത്രികോണമാണ്. അതിന് പുറത്തു വരുന്ന ആവരണ ത്രികോണങ്ങള് 8 ത്രികോണങ്ങളാണ്. അതിന് അഷ്ടകോണം എന്ന് പറയും. പിന്നെ 2 ദശാധാരങ്ങളുണ്ട്. ഇത് ഒന്ന് ബാഹ്യം ആയിട്ടുള്ളതും ഒന്ന് അന്തർമുഖമായിട്ടുള്ളത്. അപ്പൊ 10 10 20 ത്രികോണങ്ങൾ, അങ്ങനെ 2 ആവരണങ്ങൾ വീണ്ടും വരും അതിന്റെയും പുറത്ത്. അത് കഴിഞ്ഞാൽ വരുന്നത് ഒരു ചതുർദശ ത്രികോണമാണ് 14. അപ്പൊ ഇങ്ങനെ 1 8 9 9 20 29 29 14 43 ഇങ്ങനെ 43 ത്രികോണങ്ങളായി മാറും എന്ത് ഈ 4 ഊർധ്വമുഖ ശിവ ത്രികോണങ്ങളും 5 ശക്തി ത്രികോണങ്ങളും ചേർന്ന്. അപ്പൊ ബ്രഹ്മാണ്ടം തന്നെയാണ് ഇതിനെ അത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്. രണ്ടാമത്,
ഈ ഈ കാര്യങ്ങള് നമ്മള് ശരിക്കും അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല. അത് ഗുരുമുഖത്ത് നിന്ന് അറിഞ്ഞ് പഠിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ദേവിയുടെ നാമാവുമ്പോൾ അതിന്റെ അന്തരാർത്ഥം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോ ശിവശക്തി ത്രികോണങ്ങളായിട്ടുള്ള ഈ 9 ത്രികോണങ്ങള് 43 ത്രികോണങ്ങളായി മാറും. അതിങ്ങനെ ഒന്ന്, അത് കഴിഞ്ഞ് പുറത്തൊരെണ്ണം അതിന്റെ സ്ട്രക്ചർ കാണിക്കുമ്പോൾ വളരെ രസകരമായതാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം നാളെ തന്നെ, ഇപ്പൊ ഇത് കഴിഞ്ഞാൽ തന്നെ ഓരോ ചക്രങ്ങളും ഞാൻ ഓരോ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ആ പോസ്റ്റ് കൂടി വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഓരോ നവാവരണ ചക്രങ്ങൾ, നേരത്തെ നമ്മൾ കണ്ടു, ആവരണങ്ങൾ കണ്ടു. ഇപ്പൊ നമ്മൾ ഇനി ഭൂപുരത്തുനിന്ന് ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതൊരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണത്. നമ്മൾ ശരിക്കും ഈ എന്ന് പറഞ്ഞത് ചക്ര രൂപത്തിലും അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ചക്ര രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്നു. ത്രൈലോക്യ മോഹന ചക്രം എന്നാണ് ആദ്യത്തെ ഈ വലയത്തിന് പറയുന്നത്. ഇത് ഭൂപുരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ വലയങ്ങൾ കൂടിയിട്ടുള്ള 28 വലയങ്ങളാണ് ഈ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്ന ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ടുള്ള ഭൂപരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വലയങ്ങളും കൂടിയിട്ടുള്ള 28 ആവരണങ്ങൾ. ഈ 28 ആവരണങ്ങളില് ത്രിപുര എന്ന് പറയുന്ന ദേവിയാണ് ആര്? മുദ്രാദേവത. അപ്പൊ 28 അംശങ്ങളുണ്ട് അവിടെ. യോഗിനിമാരുണ്ട്, 28 യോഗിനിമാരുണ്ട്. ആ യോഗിനിമാർക്കൊക്കെ അവർക്കൊക്കെ ഓരോ യോഗിനിമാരും നമ്മളുടെ ശരീരത്തിലെ ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കണം. അത് നമുക്കിവിടെ നമ്മുടെ ഈ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഗുരുമുഖത്ത് നിന്ന് കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ചെറിയ ചെറിയ 10 യോഗിനിമാരെ കുറിച്ചൊക്കെ ഞാൻ എഴുതി അയച്ചിട്ടുണ്ട് ഈ 28 ദിനത്തില്. അപ്പോ ഈ 10ഉം അതുപോലെ തന്നെ 18ഉം അങ്ങനെയുള്ള ഈ യോഗിനിമാർ, 28 യോഗിനിമാർക്ക് അതിദേവതയായിട്ടിരിക്കുന്ന അധിഷ്ഠാന ദേവതയാണ് ഈ ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുര എന്ന് പറയുന്ന ദേവി. ആ ത്രിപുര എന്ന ദേവിയുടെ മുദ്രാ ദേവതയാണ് അവിടെ എന്താണ്? സർവസംക്ഷോഭിണി. സർവസംക്ഷോഭിണി എന്ന് പറയുന്ന മുദ്രാദേവതയാണ്. സർവസംക്ഷോഭണ മുദ്ര കൊണ്ടാണ് ആ മുദ്രാദേവിയെ പ്രീതിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ത്രിപുരയെ പ്രീതിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അടുത്ത ചക്രത്തിലേക്ക് പോകുന്നത്. സർവാശാ പരിപൂരക ചക്രം. സർവാശാ പരിപൂരക ചക്രം എന്ന് പറഞ്ഞാൽ 16 തലങ്ങളുള്ള പദ്മമാണ്. അപ്പൊ ഭൂപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീചക്രം എല്ലാവരും കണ്ടു കാണും. ഇങ്ങനെ 16 തലങ്ങളിലെ ഔട്ടർ പദ്മമുണ്ട്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെയുള്ളത്. ആ 16 തലത്തില് എന്താണ്? 16 യോഗിനിമാരുണ്ട്. ഓരോന്നും ഓരോ കാമനകളുടെയാണ് സർവാശ പരിപൂരക ചക്രം. ആ 16 യോഗിനിമാർക്കും അധിഷ്ഠാത്രിയായിട്ട് ദേവിയുടെ ത്രിപുരേശി എന്ന് പറയുന്ന ദേവിയുടെ അധിഷ്ഠാന ദേവതയുണ്ട് അവിടെ. രണ്ടാമത്തെ സർവാശ പരിപൂരക ചക്രത്തില് ത്രിപുരേശി എന്ന് പറയുന്ന അധിഷ്ഠാന ദേവതയാണ്. അവിടെയുള്ള മുദ്രാദേവതയാണ് സർവവിദ്രാവിണി. സർവവിദ്രാവിണി എന്നുള്ളതാണ് മുദ്രാദേവത. അപ്പോ രണ്ടാമത്തെ തരത്തിലുള്ള മുദ്ര ഏതാണ്? ദശമുദ്രകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള മുദ്രയുടെ പേരും എന്താണ്? സർവവിദ്രാവിണി മുദ്ര എന്നാണ്. അപ്പൊ അതിനെ അഭ്യസിച്ച സാധകൻ സർവവിദ്രാവിണി മുദ്ര കൊണ്ട് ഈ ത്രിപുരേശ്വരിയെയും അതുപോലെ തന്നെ അതിനകത്തുള്ള 16 ദലപത്മത്തിലുള്ള യോഗിനിമാരെയും പ്രീതിപ്പെടുത്തിയിട്ട് അടുത്ത ചക്രത്തിലേക്ക് പ്രവേശിക്കും. അതാണ് സർവസംക്ഷോഭണ ചക്രം. ഇതിനൊക്കെ വളരെ ശക്തമായ അർത്ഥതലങ്ങളുണ്ട്. എന്താണത്? നമ്മുടെ ശരീരത്തിൽ എന്തിനെയാണത് പ്രതിനിധാനം ചെയ്യുന്നത്? കാരണം ദേവിയുടെ തന്നെ രൂപമായിട്ടാണ്. അപ്പൊ ദേവിയിൽ എത്തണമെങ്കിൽ നമ്മളുടെ ശരീരവും നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്നതും ആരാണ്? അതേ പ്രാണനാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ശ്രീചക്രത്തിന്റെ അകത്ത് പ്രവേശിച്ച് ദേവിയിലേക്ക് എത്താമോ കേന്ദ്ര മണ്ഡലത്തിലുള്ളത്, അല്ലെങ്കിൽ ബിന്ദു മണ്ഡലവാസിനിയായിട്ടുള്ളത്, അതേപോലെ ശരീരത്തിലെ നമ്മൾ കുണ്ടലിനികൾ പഠിച്ചപ്പോഴും യോഗിനിമാരെ കണ്ടു. ഓരോ ചക്രങ്ങളിലും മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളില് എത്ര താമരദളങ്ങളുണ്ട്, അവിടെ എത്ര ദേവതകളുണ്ട്, എത്ര യോഗിനിമാരിയ്ക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട അതിദേവത ആരാണ്, അവരുടെ അക്ഷരങ്ങൾ ഏതാണ്, ഭക്ഷണം ഏതാണ്, ഇതൊക്കെ നമ്മൾ കുണ്ടലിനി പഠിച്ചപ്പോൾ കണ്ടു. അതുപോലെ തന്നെ ആണ് ശ്രീചക്രവും. അപ്പൊ ശരീരം ബ്രഹ്മാണ്ടം, ശരീരം ബ്രഹ്മം, ഇതൊക്കെ നമ്മളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ ഇവിടെ മൂന്നാമത്താണ് സർവസംക്ഷോഭണ ചക്രം. അപ്പൊ വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ 8 ദലങ്ങളുള്ള പത്മമായി മാറും. അതിന്റെ ആവരണം 8 ദലങ്ങളുള്ള ആവരണമാണ്.
8 തല പത്മം. അവിടെ ത്രിപുര സുന്ദരി എന്ന രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ 8 യോഗിനിമാരുണ്ട് ദേവിയെ സേവിച്ചിരിക്കുന്നത് ത്രിപുര സുന്ദരി. ആ ത്രിപുര സുന്ദരിയായ ദേവിക്ക് സർവാകർഷിണി എന്ന് പറയുന്ന മുദ്രാദേവതയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ മുദ്രാദേവതയെ സർവാകർഷിണി മുദ്ര സാധകൻ ആ മുദ്ര കൊണ്ട് ആരാധിക്കുന്നു, മന്ത്രജപം ചെയ്യുന്നു. അങ്ങനെ ത്രിപുര സുന്ദരി എന്ന ദേവത പ്രീതിപ്പെടുമ്പോൾ 4ാമത്തെ ചക്രത്തിലേക്ക് പ്രവേശനം കിട്ടും. അതാണ് സർവ സൗഭാഗ്യദായക ചക്രം. സർവ സൗഭാഗ്യദായക ചക്രം. ഇവിടെ അപ്പൊ ഇപ്പൊ പത്മങ്ങൾ കഴിഞ്ഞു, ഭൂപുരവും വലയവും കഴിഞ്ഞു, പത്മങ്ങൾ കഴിഞ്ഞു. ഇനി ത്രികോണങ്ങളാണ്. ഇനി നമുക്ക് കിട്ടുന്ന എത്രയാണ്? 43 ത്രികോണങ്ങളാണ്. ഓരോ ത്രികോണങ്ങൾ ഏറ്റവും ഔട്ടറിൽ വരുന്ന ത്രികോണമാണ് സർവ സൗഭാഗ്യദായക ചക്രം. 14 ചെറിയ ത്രികോണങ്ങൾ വരും. ഇപ്പൊ അവസാനത്തു നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പൊ 14 ത്രികോണങ്ങൾ ഏറ്റവും അവസാനത്തെ വലയമായി വരും. ആ 14 ചെറിയ ത്രികോണങ്ങൾ ശിവനും ശക്തി ത്രികോണങ്ങളും ഖണ്ഡിക്കുമ്പോൾ ഏറ്റവും പുറത്തു വരുന്ന 14 ത്രികോണങ്ങളാണ് ഈ സർവ സൗഭാഗ്യദായക ചക്രത്തിലുള്ളത്. അവിടെ 14 യോഗിനികളുണ്ട്. ആ യോഗിനികൾക്കൊക്കെ അധിദേവതയായിട്ട്, അധിഷ്ഠാന ദേവതയായിട്ട് ഇരിക്കുന്നത് ത്രിപുരവാസിനി എന്ന് പറയുന്ന ദേവിയാണ്. ത്രിപുരവാസിനി ജഗദംബിക തന്നെയാണ് ഇത്. ത്രിപുരവാസിനി. ത്രിപുരവാസിനിക്ക് മുദ്രാദേവതയായിരിക്കുന്നത് സർവവശങ്കരി മുദ്രയാണ് അവിടെ. അപ്പോ സർവവശങ്കരി മുദ്ര കൊണ്ട് ഈ മുദ്രാദേവിയെ പ്രീതിപ്പെടുത്തുന്നു, ത്രിപുരവാസിനി പ്രീതിപ്പെടുന്നു, അതുപോലെ തന്നെ യോഗിനിമാരും പ്രീതിപ്പെടുന്നു. അപ്പോ അടുത്ത ചക്രം 5ാമത്തെ ചക്രത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്നു. ആ സാധകന്റെ മനസ്സുയർത്തപ്പെടുകയാണ്. സർവാർത്ഥ സാധക ചക്രം 5ാമത്തെ വലയമാണ് സർവാർത്ഥ സാധക ചക്രം. ഇവിടെ 10 ത്രികോണങ്ങൾ. ആദ്യം നമ്മൾ പറഞ്ഞു, നേരത്തെ 43ന്റെ കണക്ക് പറഞ്ഞപ്പോ 10 ബഹിർമുഖമായിട്ടുള്ളതും 10 അന്തർമുഖമായിട്ടുള്ളതും ഉണ്ട് എന്ന്. അപ്പോ 10 ത്രികോണങ്ങളുടെ ആദ്യത്തേത് ബാഹ്യദശാരമാണിത്. 10 ത്രികോണങ്ങൾ. ആ 10 ത്രികോണങ്ങള് അധിഷ്ഠാനമായിട്ട് 10 യോഗിനിമാരുണ്ട്. അവരുടെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ദേവിയുടെ രൂപമാണ് ത്രിപുരാശ്രീ എന്ന് പറയുന്നത്. അവിടെ ത്രിപുരാശ്രീ. ആ ത്രിപുരാശ്രീക്ക് 5ാമത്തെ മുദ്രാദേവിയാണ് ആര്? സർവോന്മാദിനി. സർവോന്മാദിനി മുദ്ര കൊണ്ട് സാധകൻ അതിനെ സതൃപ്തിപ്പെടുത്തുമ്പോൾ 6ാമത്തെ ചക്രത്തിലേക്ക് പ്രവേശനം കിട്ടും. 6ാമത്തെ ചക്രം എന്ന് പറഞ്ഞാൽ സർവരക്ഷാകര ചക്രമാണ്. സർവരക്ഷാകര ചക്രം. ഇവിടെയും 10 ത്രികോണങ്ങൾ. കാരണം നമ്മൾ പറഞ്ഞു ബാഹ്യമായിട്ടുള്ള 10 ത്രികോണങ്ങൾ, അത് കഴിഞ്ഞ് ആന്തരികമായിട്ടുള്ള 10 ത്രികോണങ്ങൾ. 10 ത്രികോണങ്ങളിലാണ് അന്തർദശാരം എന്ന് പറയും അതിന്. ആ 10 ത്രികോണങ്ങളിലേക്ക് എന്താണ് സർവരക്ഷാകര ചക്രം. അവിടെ ദേവിയുടെ ത്രിപുരമാലിനി നമ്മൾ കണ്ടതാണ്. അപ്പൊ ത്രിപുരമാലിനി എന്നുള്ള നാമം പഠിച്ചപ്പോ ത്രിപുരമാലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവരക്ഷാകര ചക്രം 6ാമത്തെ ചക്രത്തിലെ 10 ത്രികോണങ്ങളിലുള്ള 6ാമത്തെ ചക്രത്തിലെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി. ആ ത്രിപുരമാലിനിയുടെ മുദ്രാദേവതയാണ് സർവമഹാങ്കുശ. സർവമഹാങ്കുശ. അപ്പോ സർവമഹാങ്കുശ മുദ്ര കൊണ്ട് ആ സാധകൻ ആ ദേവിയെ തൃപ്തിപ്പെടുത്തുന്നു. അങ്ങനെ 7ാമത്തെ ചക്രം നവാവരണങ്ങളാണ്, 9 ആവരണങ്ങളാണ്. 7ാമത്തെ ചക്രത്തിലെത്തുന്നു. സർവരോഗഹര ചക്രം. 7ാമത്തെ ആവരണമാണ് ശ്രീചക്രത്തിന്റെ സർവരോഗഹര ചക്രം. ഇതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ആ മെസ്സേജിൽ ഒന്നുകൂടി വായിക്കുക. അപ്പോ അത് കഴിഞ്ഞാൽ 8 ത്രികോണങ്ങൾ. അപ്പോ ഈ ചക്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ലളിതാ സഹസ്രനാമമായിട്ട്. ഇവിടെ ഇരിക്കുന്ന 8 വാഗ്ദേവതമാരാണ് വശിന്യാദി വാഗ്ദേവതകൾ. ഈ വശിന്യാദി വാഗ്ദേവതകളാണ് ദേവിയുടെ നിർദ്ദേശപ്രകാരം ലളിതാ സഹസ്രനാമം രചിച്ച് പാടിത്തന്നത്. നമുക്ക് ദേവിക്ക് പാടിക്കേൾപ്പിച്ചത് നമ്മൾക്ക് തന്നെ അത് കിട്ടിയതും. അപ്പോ ഈ 8 ത്രികോണങ്ങളിലിരിക്കുന്ന വാഗ്ദേവതകളാണ് 7ാമത്തെ സർവ രോഗഹര ചക്രത്തിലെ അവിടെ ത്രിപുരാസിദ്ധ എന്നുള്ള ദേവിയുടെ അംശാവതാരമാണ്. അത് അവിടെയുള്ള മുദ്ര ദേവതയാണ് സർവഖേജരി. സർവഖേജരി മുദ്ര കൊണ്ട് ഈ സാധകൻ ഇങ്ങനെ ഈ സർവഖേജരി ദേവതയെയും ത്രിപുരാസിദ്ധയെയും അവിടുത്തെ അധിഷ്ഠാന ദേവതയായ ത്രിപുരാസിദ്ധയെയും നമ്മുടെ വാഗ്ദേവതകളായിട്ടുള്ള വശിന്യാദി ദേവതകളെയും തൃപ്തിപ്പെടുത്തുമ്പോൾ 8ാമത്തെ ചക്രത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. സർവസിദ്ധിപ്രദ ചക്രം. ഇത് നമ്മൾ കണ്ടതാണ്. സർവസിദ്ധിപ്രദ ചക്രം 8ാമത്തെ അറ്റം കീഴ്പോട്ടായിട്ടുള്ള ഒരു ത്രികോണമാണ്. അവസാനത്തേക്ക് എത്തി. നമ്മൾ എല്ലാം പോയി അറ്റം കീഴ്പോട്ടായിട്ടുള്ള ഒരൊറ്റ ത്രികോണത്തിൽ എത്തി. നമ്മൾ ഏറ്റവും ചെറിയ ത്രികോണം, ദ ഇന്നർ മോസ്റ്റ് ട്രയാങ്കിൾ.
അവിടെ എത്തി. അതിനാണ് എന്ത് പറയുന്നത്? സർവസിദ്ധിപ്രദ ചക്രം. അവിടെ ആ ത്രികോണത്തില് ത്രിപുരാംബിക എന്ന നാമത്തിൽ അടുത്ത നാമം വരും ദേവിയുടെ. അത് ത്രിപുരാംബിക എന്ന നാമത്തില് ദേവി വിളങ്ങുകയാണ് അവിടെ. അവിടെ എന്താണ് അവിടുത്തെ മുദ്രാദേവത? സർവബീജ എന്നാണ് ആ മുദ്രാദേവതയുടെ പേര്. അപ്പൊ ആ മുദ്രാദേവതയെ സാധകൻ സർവബീജ മുദ്ര കൊണ്ട് സാധന ചെയ്ത് മന്ത്രജപങ്ങളാൽ തൃപ്തിപ്പെടുത്തിയിട്ട് സാനം ദേവിയുടെ ചക്രമില്ല, പിന്നെ ബിന്ദുവാണ്, ബിന്ദുമണ്ഡലവാസിനി സർവാനന്ദമായ ചക്രത്തിലെത്തുന്നു. ആ പീയൂഷധാര അനുഭവിക്കുന്ന സമയമാണ് സർവാനന്ദമായ ചക്രം. അങ്ങനെ ആ ബിന്ദുമണ്ഡലവാസിനിയായിട്ടുള്ള കാമേശ്വരാംഗസ്ഥയായിട്ടുള്ള ദേവിയെ കാണുകയാണ്. അവിടെ എത്തുകയാണ് ആ ബിന്ദുമണ്ഡലത്തില്. നമ്മൾ പറഞ്ഞു, എത്ര വലുതാവുന്നുവോ അത്രയും അതിന്റെ അത് സൂക്ഷ്മമാവുമ്പോഴാണ് അതിന്റെ വാസ്റ്റ്നെസ്. സ്ഥൂലമായി കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഭൂപുരം കാണാൻ പറ്റുന്നതാണ്, മറ്റതൊന്നും കാണാൻ പറ്റില്ല. എത്ര സൂക്ഷ്മമാവുന്നുവോ, അണുവിനെ വിഘടിപ്പിക്കുമ്പോഴാണ് ആറ്റം ബോംബ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഒരു പാറ എടുത്ത് എറിഞ്ഞാൽ ഒരാളെ മരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു 5-6 പേര് മരിച്ചു എന്ന് വരും. പക്ഷെ ഒരു ആറ്റം ബോംബ് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതാണ് അണുവിന്റെ ശക്തിയാണത്. അപ്പോ സൂക്ഷ്മത, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളുടെ പുരാണങ്ങളിലും വേദങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ സൂക്ഷ്മമായതിനെയാണ് അപാരതയുള്ളത്, അനന്തമായത്. ദേവിയുടെ സ്ഥൂല ശരീരം പഠിച്ചപ്പോഴും നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. സൂക്ഷ്മതയുടെ എന്താണ് അതിന്റെ മഹത്വം എന്നുള്ളത്. അപ്പൊ അപാരതയാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ. സ്ഥൂലം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നതാണ്. ദേവി ഇതിലൊക്കെ മുകളിലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ എല്ലാത്തിനും ഒന്നിനും അളക്കാൻ പറ്റാത്ത ആ സൂക്ഷ്മതയില് ബിന്ദുമണ്ഡലവാസിനിയായിട്ട് ശ്രീചക്രത്തിന്റെ ഈ സർവ ആനന്ദമയ ചക്രത്തില് ദേവി ഇരിക്കുകയാണ്. അവിടുത്തെ മുദ്രാദേവതയ്ക്ക് പറയുന്നത് യോനി മുദ്ര എന്നാണ്. അപ്പോ അവിടുത്തെ അധിഷ്ഠാന ദേവത എന്തായിട്ടാണ് ദേവി ഇരിക്കുന്നത്? മഹാത്രിപുര സുന്ദരിയായിട്ട്. ദേവി ശ്രീചക്രത്തില് മഹാത്രിപുര സുന്ദരിയായിട്ട് 9ാമത്തെ ആ ആവരണത്തിന്റെ മധ്യത്തില് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ബിന്ദുവിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ യോനിമുദ്ര കൊണ്ട് സാധകൻ ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോൾ സർവാനന്ദമയ ചക്രത്തിലുള്ള ആനന്ദധാര, പീയൂഷധാര അനുഭവിക്കാൻ പറ്റും. അതാണ് കുളാർണവം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദേവിയുടെ നമ്മൾ കുണ്ടലിനി പഠിച്ചപ്പോഴും നമ്മൾ കണ്ടു. ആ കുളാമൃതൈക രസിക എന്നുള്ള നാമം പഠിച്ചപ്പോൾ. അപ്പൊ സർവാനന്ദമയ ചക്രത്തിലിരിക്കുന്ന കാമേശ്വരാംഗസ്ഥയായിട്ടുള്ള ത്രിപുരസുന്ദരിയെ ദർശിക്കാൻ പറ്റും. അങ്ങനെ 9 മുദ്രാദേവതകളെ കണ്ടു നമ്മൾ, അല്ലെ? ആരൊക്കെയാണ്? സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവവശങ്കരി, സർവോന്മാദിനി, സർവമഹാങ്കുശ, സർവഖേജരി, സർവബീജ, യോനിമുദ്ര. ഇങ്ങനെ ഈ മുദ്രാദേവതകളുടെ പേര് തന്നെയാണ് ഈ 9 മുദ്രകൾക്കുള്ളത്. ആ മുദ്ര കൊണ്ട് ഇതൊക്കെ പ്രീതിപ്പെടുത്തുമ്പോഴാണ്, ഇതൊരു ഭാഗമാണ് ശ്രീചക്ര ആരാധനയുടെ. അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രീചക്രത്തെ മൊത്തം പ്രതിദാനം ചെയ്യുന്ന ഒരു മുദ്രയുണ്ട്. ആ മുദ്രയുടെ ആണ് സർവത്രികണ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവിയും സർവത്രികണ്ഠ എന്ന് പറയുന്ന മുദ്രയാണ്. അതാണ് 10ാമത്തെ മുദ്ര. അതാണ് ദശമുദ്ര എന്ന് പറയുന്നത്. അപ്പോ സർവത്രികണ്ഠ എന്ന് പറയുന്നത് 10ാമത്തെ മുദ്രയാണ്. 9 മുദ്രയും അത് കഴിഞ്ഞ് മൊത്തം ശ്രീചക്രത്തെ ആരാധിക്കുന്ന സർവത്രികണ്ഠ എന്ന് പറയുന്ന മുദ്രയും, ഇത് രണ്ടും കൂടിയതാണ് ദശമുദ്രകള്. ആ ദശമുദ്രയില് എന്താ പറയുന്നത്? ദശമുദ്ര സമാരാധ്യ എന്നാണ്. ദശമുദ്രകളെ കൊണ്ട് സമ്യക്കായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി, ആരാധിക്കുന്നവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. നമ്മള് പഠിച്ച് നമുക്ക് ആദ്യമൊക്കെ എത്ര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മൂലാധാരം മുതൽ ശാസ്ത്രാരം വരെ നമ്മൾ ഷഡ്ചക്രങ്ങൾ ഭേദിച്ചു പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല. കുളാർണം എന്ന് പറയുമ്പോൾ മനസ്സിലായിരുന്നില്ല. ബ്രഹ്മാണ്ടം വേറെയാണെന്ന് തോന്നിയിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ബ്രഹ്മം വേറെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഓരോ നാമങ്ങളും പറഞ്ഞു ഉറപ്പിക്കുകയാണ്, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തെ കണ്ടെത്തൂ, ഉള്ളിലേക്ക് പോരൂ, ഇന്ദ്രിയങ്ങളെ ബാഹ്യമായി വിടാതെ ഉള്ളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടൂ. അപ്പൊ നമ്മൾ കണ്ടെത്തുന്നതാണ് ആ ആരാധനയ്ക്ക്. ശ്രീചക്ര ആരാധനക്കാര് ചെയ്യുന്നതാണ് ഈ ദശമുദ്രകളെ കൊണ്ടുള്ള ആരാധന. പല വിധത്തിലും ഭാരതത്തില് പല ശാസ്ത്രങ്ങളും പലതരത്തില് പല ആരാധനകളും പറയുന്നുണ്ട്. അവസാനം എല്ലാം എന്താണ്? ഉള്ളിലേക്ക് തിരിയുക എന്നുള്ളതാണ്, ഉൾക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. അപ്പോ അതാണ് ഇവിടെ
ഈ വളരെ മനോഹരമായിട്ടുള്ള നാമത്തിനർത്ഥം എല്ലാവരും അത് മനസ്സിലാക്കുക. നമ്മളെ ഈ മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ് ഈ സഹസ്രനാമം പഠിച്ചിട്ട്, അല്ലെ? നമുക്ക് നമ്മൾ അതിനെ ഒരു ശരിക്കും ഒരു സഹസ്രനാമമായി കണ്ട് വെറുതെ ദേവിയുടെ കുറെ നാമങ്ങൾ ജപിക്കുക എന്നുള്ള ആ തലത്തിൽ നിന്നും ദേവി നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് എന്ന്, ഈ ബ്രഹ്മാണ്ടം ദേവി തന്നെയാണ്, ഈ ബ്രഹ്മാണ്ടം ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് ദേവി എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഈ രംഗമാണ് ഇതെല്ലാം. ഈ ദശമുദ്ര സമാരാധ്യ. ഓം ദശമുദ്ര സമാരാധ്യായേ നമ. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നു കരുതുന്നു. അടുത്ത നാമത്തിലേക്ക് പ്രവേശിക്കാം. ത്രിപുര ത്രിപുര ശ്രീവശങ്കരി. ത്രിപുര ശ്രീവശങ്കരി. ഇവിടെ ത്രിപുര ശ്രീവശങ്കരി എന്നാണ് അതിന്റെ സ്പ്ലിറ്റ്. ത്രിപുര ശ്രീവശങ്കരി 978 നാമം. ത്രിപുരാശ്രീയെ വശങ്കരിയാക്കുന്നവൾ. ത്രിപുരാശ്രീ ആരാണ്? ത്രിപുരാശ്രീ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീചക്രത്തിന്റെ 5ാമത്തെ ആവരണമായിട്ടുള്ള സർവാർത്ഥ സാധക ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരാശ്രീ. നമ്മൾ പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇതെല്ലാം വിശദീകരിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ ത്രിപുര മാലിന്യെ പറഞ്ഞപ്പോഴും നമുക്ക് ഇതിന്റെ ആവശ്യം വന്നു. ഇപ്പൊ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ 5ാമത്തെ ആവരണമായിട്ടുള്ള സർവാർത്ഥ സാധക ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരാശ്രീ. ഈ ത്രിപുരാശ്രീയെ വശത്താക്കിയവളാണ് ദേവി. ഒരു ചക്രമല്ല, എല്ലാ ആവരണങ്ങളും ദേവി തന്നെയാണ് ബ്രഹ്മാണ്ടത്തിന്റെ അധിപ. അപ്പൊ എല്ലാവരും ദേവിയുടെ അധീനതയിലാണ്. എന്നാലും അവരെ വശത്താക്കിയതാണ്, അവരെയും അതിക്രമിച്ചവളാണ് ദേവി. അതുകൊണ്ട് ത്രിപുരാശ്രീ വശങ്കരി എന്ന് പറയുന്നു. അപ്പോ ശ്രീചക്രോപാസനയിലുള്ള ഈ 5ാമത്തെ ആവരണത്തിലുള്ള ത്രിപുരാശ്രീ എന്ന് പറഞ്ഞാൽ ദേവിയുടെ തന്നെ ആരാധകയാണ്, ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ദേവി അവരെ വശത്താക്കിയതാണ്. അതുകൊണ്ട് ത്രിപുര ശ്രീവശങ്കരി എന്ന് പറയുന്നു. ത്രിപുര ശ്രീ എന്ന് ഒരുമിച്ച് വായിച്ചിട്ട് വശങ്കരി എന്ന് വായിക്കാം. ത്രിപുര ശ്രീവശങ്കരി, ത്രിപുര ശ്രീവശങ്കരി, അങ്ങനെ ചൊല്ലി പഠിക്കണം അത്. ഓക്കെ. അപ്പോ 978 നാമം ഓം ത്രിപുര ശ്രീവശങ്കരി നമ. ഈ 979 നാമം ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര, ജ്ഞാനമുദ്രാരൂപിണിയായിരിക്കുന്ന ദേവി. എന്താണ് ജ്ഞാനമുദ്ര? ജ്ഞാനമുദ്ര നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അയ്യപ്പസ്വാമി ഇരിക്കുന്നത് ജ്ഞാനമുദ്രയാണ്. അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള ശങ്കരൻ ഗുരു സനകാദികൾക്ക് മൗനത്തിലൂടെ ജ്ഞാനമുദ്ര കാണിച്ചാണ് ജ്ഞാനം പകർന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യർ ജ്ഞാനസ്വരൂപമായിട്ടിരിക്കുന്നത് ജ്ഞാനമുദ്രയിലാണ്. ഈ ജ്ഞാനമുദ്രയ്ക്ക് ചിന്മുദ്ര എന്നും പറയും. ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന മുദ്രയാണ് ചിന്മുദ്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടുവിരലിന് എന്ത് പറയും? അങ്കുഷ്ടം. ചൂണ്ടുവിരലിന് അങ്കുഷ്ടം എന്ന് പറയും. ചൂണ്ടുവിരലിന് തർജനി എന്ന് പറയും. തെറ്റിപ്പോയി. ചൂണ്ടുവിരലിന് തർജനി എന്ന് പറയും. ഇതിന് അങ്കുഷ്ടം എന്ന് പറയും, തള്ളവിരലിന്. ഇത് രണ്ടും ഇങ്ങനെ തള്ളവിരലിലേക്ക് ഈ ചൂണ്ടുവിരല് വളഞ്ഞ് അതുമായിട്ട് യോജിച്ച് നിൽക്കുന്നു. മറ്റ് 3 വിരലുകളും സ്ട്രെയിറ്റ് ആയി നിൽക്കുകയാണ്. ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ചൂണ്ടുവിരല് തള്ളവിരലുമായിട്ട് യോജിച്ച് നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താണ് ഇത്? ശരിക്കും ഈ 3 വിരലുകൾ, സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന 3 വിരലുകളും പൊതുവെ നമ്മളെ കാണിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും അഹങ്കാരവും അതുപോലെ തന്നെ ഇപ്പോ ഈ 3 തത്വങ്ങളായിട്ട് നിൽക്കുന്നതാണത്. ഇപ്പോ ഇതിനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എന്ന് പറയാം. അതുപോലെ തന്നെ സ്വാമി ചിന്മയാനന്ദജി ചിന്മുദ്രയെ വിശകലനം ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ചൂണ്ടുവിരല്. മറ്റൊരാളെ കാണിക്കുമ്പോഴൊക്കെ നീയാണത് ചെയ്തത് എന്ന് പറയുമ്പോൾ ജീവാത്മാവിന്റെ ഈഗോ ആയി മാറും. ശരിക്കും ജീവാത്മാവ് ഈഗോ അല്ല. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യമാണ്. പക്ഷെ അതറിയാതെ ഇന്ദ്രിയങ്ങളിൽ മാത്രം പ്രതിഫലനം ചെയ്യുമ്പോൾ ആ ജീവാത്മാവ് എപ്പോഴും മറ്റൊരാളെ നീ എന്ന് പറയും. അപ്പൊ ആ ഈഗോ പ്രതിനിധാനം ചെയ്താണ്. അപ്പൊ ഈഗോ ഇങ്ങനെ ബ്രഹ്മത്തിലേക്ക് വരികയാണ്. പരമാത്മാവാണിത്, ബ്രഹ്മത്തിലേക്ക് ആ ജീവാത്മാവ് വിലയം പ്രാപിക്കുന്നതാണ്.
അപ്പോ അബ്സല്യൂട്ട് സീറോ ആണ് നമുക്ക് കിട്ടുക എന്നാണ് ചിന്മയാനന്ദജി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈഗോ എല്ലാം പോയിട്ട് ആ ശ്രീചക്രം പോലത്തെ ആ ബ്രഹ്മത്തിന്റെ ആ വൃത്തം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ജീവാത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയാണ്, ആശ്രയം പ്രാപിക്കുകയാണ്. രണ്ടും ഒന്നായി മാറുന്ന അവസ്ഥ, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടും വേറെയാണ്. അത് തിരിച്ചിങ്ങനെ വരുമ്പോൾ എന്താണ് കാണിക്കുന്നത്? അദ്വൈതമാണിത്. തത്വമസി എന്നുള്ള മുദ്രയെ മാറി. ആ തത്വം അത് നീ തന്നെയാകുന്നു എന്നുള്ള മുദ്രയായി മാറി. അപ്പോ അതിന് വേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും, ഈ മൂന്നെണ്ണവും, മനസ്സും ബുദ്ധിയും അഹങ്കാരവും എപ്പോഴും നിവർന്നു നിൽക്കണം. അത് വളയാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയി നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ അഹങ്കാര തത്വം എന്ന് പറഞ്ഞാൽ അത് സത്വമായി മാറണം. അത് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് അങ്ങനെ കൂടിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ആ മുദ്രയ്ക്കാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ആ അവസ്ഥയാണ് അദ്വൈതാവസ്ഥ. അതിനെ പ്രതിദാനം ചെയ്യുന്നു. ഇതാണ് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാവിന് പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. വിജ്ഞാനം കൊണ്ട് നടക്കില്ല. അടുത്ത നാമത്തില് അത് വരും. അപ്പൊ ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുദ്രയ്ക്കാണ്, ചിന്മുദ്രയ്ക്കാണ് പറയുന്നത്. അപ്പൊ ഈ മുദ്ര കാണുമ്പോൾ എപ്പോഴും ഓർക്കുക. കാരണം നമ്മുടെ ജീവാത്മാവ് എല്ലാ ഇന്ദ്രിയങ്ങളും വിട്ട്, എല്ലാ അഹങ്കാര തത്വവും വിട്ട് പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കുകയാണ്. ആ അവസ്ഥയ്ക്കാണ് അദ്വൈതാവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥ പ്രാപിക്കുന്ന യോഗി ആത്മതത്വം അറിഞ്ഞവനായി മാറും. അതാണ് ആ മുദ്രയുടെ അർത്ഥം. അപ്പോ അത് തന്നെയാണ് തത്വമസി ശബരിമലയില് അങ്ങനെ അയ്യപ്പൻ കാണിച്ചിരിക്കുന്ന മുദ്രയും. അപ്പോ ഓം ജ്ഞാനമുദ്രായേ നമ എന്ന് പറഞ്ഞ അടുത്ത നാമത്തിലേക്ക് പോവാം. 980 നാമം ജ്ഞാനഗമ്യ. ജ്ഞാനഗമ്യ, ജ്ഞാനഗമ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാവുന്നവൾ, ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാവുന്നവൾ. അപ്പോ നമ്മൾ നേരത്തെ കണ്ടു വിജ്ഞാനം, ജ്ഞാനം രണ്ടും കണ്ടു നമ്മൾ. വിജ്ഞാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദേശം, കാലം, വസ്തു ഇതിലൊക്കെ അധിഷ്ഠിതമാണ്. അപ്പോ അത് സ്ഥൂലമാണ് വിജ്ഞാനം. പുസ്തകത്തിൽ എഴുതാം, നോക്കിക്കാണാം, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ പരിമിതമായ ജ്ഞാനമാണ് വിജ്ഞാനം. നമ്മളെ കണ്ടറിഞ്ഞ് പരിശോധിച്ചറിഞ്ഞ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതാണ് വിജ്ഞാനം. അപ്പൊ നമ്മൾ പണ്ട് കണ്ടറിയാത്തപ്പോ ഈ വിജ്ഞാനം ഉണ്ടായിരുന്നില്ലേ? പ്രകാശത്തെ കണ്ടുപിടിച്ചില്ല, അല്ലാണ്ടെങ്കിൽ സൗരയൂഥത്തെ കണ്ടുപിടിച്ചില്ല, അപ്പൊ സൗരയൂഥം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് ജ്ഞാനമാണ്. അത് ഉണ്ടെന്നുള്ള അറിവ് ജ്ഞാനമാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം സൗരയൂഥം ഉണ്ട്, ടെലസ്കോപ്പ് കൂടെ നോക്കിയിട്ടും ഒക്കെ വരച്ചിട്ടും ഒക്കെ അതിനെ കണ്ടുപിടിക്കുന്നത് പരിമിതമായ ജ്ഞാനമാണ്. അതിന്റെ അപ്പുറത്തുള്ളതിനെ വിശദീകരിക്കില്ല അത്. അപ്പോ വിജ്ഞാനം എന്ന് പറയുന്നത് ആ എന്താണ്? ദേശവും കാലവും വസ്തുക്കളിലും അധിഷ്ഠാനമായിട്ടുള്ളതാണ്. അതേസമയത്ത് ജ്ഞാനം എന്ന് പറയുന്നത് അപരിമിതമാണ്, ഇതിന്റെ ഒക്കെ പുറത്തുള്ളതാണ്. അപ്പോ ജ്ഞാനം, ജ്ഞാനഗമ്യയാണ് ദേവി. ജ്ഞാനത്താൽ, ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാവുന്ന ആള്. ദേവിയെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. വിജ്ഞാനം മാത്രം പോരാ. അതുകൊണ്ടാണ് അജ്ഞാനമുള്ളവർ ഒക്കെ കളയണം, വിജ്ഞാനമെന്നുള്ളിൽ വർദ്ധിക്കണം, ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ, നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. വീണ്ടും പറയുന്നുണ്ട്, ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ, ഈശ്വര എന്ന് വണങ്ങുന്നേൻ എപ്പോഴും, നിത്യം ഗുരുപാദം കുമ്പിടുന്നത്. അപ്പൊ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരനെ കിട്ടിയ പ്രതീതിയാണ്, നല്ല ഗുരുവിനെ കിട്ടിയാൽ. അപ്പോ എന്തുകൊണ്ടാണ്? ആ ഗുരു വിജ്ഞാനവും തരും, അതിന് ജ്ഞാനവും തരും. അപ്പൊ ദേവി എങ്ങനെയാണ്? ദേവിയെ ജ്ഞാനം കൊണ്ട് മാത്രമേയാണ് പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജ്ഞാനത്താൽ ഗമിക്കപ്പെടേണ്ടവളാണ് ദേവി. ദേവിയെ പ്രാപിക്കാൻ ജ്ഞാനം വേണം. അപ്പോ ശരിക്കും എന്താണ്? ദേവി ഗുണാതീതയാണ്, ലോകാതീതയാണ്, സർവാതീതയാണ്. ഇതൊക്കെ കണ്ടു. അപ്പോ ഇതൊക്കെ ആവുമ്പോ എന്താവും? ഇതൊക്കെ ഗുണങ്ങളാണ് ദേവി എന്ന് നമ്മൾ കണ്ടു, അല്ലെ? ലോകമാണ് ദേവി എന്ന് നമ്മൾ കണ്ടു. ഇതൊക്കെ മുകളിലാവുമ്പോഴാണ് സർവാതീതയായി മാറുന്നത് ദേവി. ഇപ്പോ ദേവി തന്നെ കൂർമ്മ പുരാണത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം ഞാൻ ചൊല്ലാം ഇവിടെ. യത്തുമേ നിഷ്കലം രൂപം ചിന്മാത്രം കേവലം ശിവം
സർവോപാധി വിനിർമുക്തം അനന്തമൃതം പരം ജ്ഞാനേനൈകേന തല്ലഭ്യം ക്ലേശേന പരമം പദം ജ്ഞാനമേവ പ്രവശ്യന്തോ മാമേവ പ്രവിശന്തിതോ. ഇവിടെ കൂർമ്മപുരാണത്തിൽ ദേവി എത്തുമേ നിഷ്കളം രൂപം, ഞാൻ കേവലമായിട്ടുള്ള ചിൻ സ്വരൂപമാകുന്നു. ദേവി തന്നെ പറയുന്നതാണ് കൂർമ്മപുരാണത്തില്. ചിന്മാത്രം കേവലം ശിവം, സർവോപാധി വിനിർമുക്തം, ഞാൻ എല്ലാ ഉപാധികളിൽ നിന്നും മുക്തമായിരിക്കുന്നു, മുക്തമായതാണ്. അത് കഴിഞ്ഞാൽ അനന്തം അമൃതം പരം, അനന്തവും അമൃതവും ശ്രേഷ്ഠവുമായ രൂപമാണ് ഞാൻ. ജ്ഞാനേനൈകേന തല്ലഭ്യം, ജ്ഞാനത്താൽ മാത്രമേ എന്നെ പ്രാപിക്കാൻ, എന്റെ പാദത്തിലെത്താൻ പറ്റുകയുള്ളൂ. ക്ലേശേന പരമം പദം, ജ്ഞാനം കൊണ്ട് മാത്രമേ എന്റെ പദത്തിലെത്താൻ പറ്റുകയുള്ളൂ. ജ്ഞാനമേവ പ്രവിശ്യന്തോ മാമേവ പ്രവിശന്തിതേ, ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം എന്നറിയുന്ന ജ്ഞാനികൾ എന്നിലെത്തുന്നു. ജ്ഞാനമാണ് ഏറ്റവും പരമമായിട്ടുള്ള മാർഗം എന്നറിയുന്ന ജ്ഞാനികൾ എന്നിലെത്തും. അപ്പോ അവര് ജ്ഞാനം പഠിക്കുന്നു, ജ്ഞാനം കണ്ടെത്തുന്നു, അപ്പൊ ദേവിയിലെത്തുന്നു. ദേവി തന്നെ കൂർമ്മപുരാണത്തില് പറയുന്ന ശ്ലോകമാണിത്. അപ്പൊ ദേവി ജ്ഞാനഗമ്യയാണ്. എല്ലാറ്റിനും മുകളിലുള്ള ദേവിയെ, സൂക്ഷ്മ സ്വരൂപിണിയായ ദേവിയെ അറിയണമെങ്കിൽ, ദഹരാകാശ രൂപിണിയായിട്ട് നമ്മുടെ ഹൃദയ കുഹരത്തിലിരിക്കുന്ന ദേവിയെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. അതിന് വലിയ ഈ സ്കോപ്പൊക്കെ എടുത്തു നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. ടെലിസ്കോപ്പും അതുപോലെ ഒരു സ്കോപ്പ് കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം അത് കണ്ടെത്തുന്നത്. അപ്പോ ബ്രഹ്മാണ്ടം ഈ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ സൗരയൂഥത്തെക്കുറിച്ചും ക്ഷീരപഥത്തെക്കുറിച്ചും ഒക്കെ വേദങ്ങൾ എഴുതി വെച്ചു. അത് ജ്ഞാനമാണ്. മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കുന്നതിന് മുന്നേ മരുന്നുകളെ കുറിച്ച് എഴുതി വെച്ചു. യോഗസിദ്ധി ചെയ്ത് നമ്മൾക്ക് പതഞ്ജലി എഴുതി വെച്ചു, നമുക്ക് ആ പരമപദത്തെ പ്രാപിക്കാമെന്നുള്ള ജ്ഞാനമാണത്. അപ്പോ ഈ ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടേണ്ടവളാണ് ദേവി. ജ്ഞാനം കൊണ്ട് മാത്രം എത്തിച്ചേരേണ്ടവളാണ് ദേവി. അതുകൊണ്ട് ദേവി ജ്ഞാനഗമ്യ എന്ന് നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 981 നാമം ജ്ഞാനജ്ഞേയ സ്വരൂപിണി. ജ്ഞാനം, ഇവിടുത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മള് സാമാന്യ അർത്ഥമാണ്. ഇവിടെ അറിയുന്ന ആളാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞേയം എന്ന് പറയുന്നത് എന്താണ്? അറിയപ്പെടുന്ന വസ്തു. അപ്പോ അറിയുന്ന ആൾ ദ്രഷ്ടാവ്. അപ്പൊ നിങ്ങൾ കാണുന്നു എന്നെ, അപ്പൊ ഞാൻ ആരായി? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നു, അപ്പോ നിങ്ങളെ എന്തായി? ദൃശ്യമായി മാറി, ഞാൻ ദ്രഷ്ടാവായി മാറി. അപ്പോ ദൃശ്യവും ദ്രഷ്ടാവും രണ്ടും ദേവി തന്നെ. അപ്പോ അറിയുന്ന ആളും ദേവി തന്നെ, അറിയപ്പെടേണ്ട വസ്തുവും ദേവി തന്നെ. അതുകൊണ്ട് എന്ത് പറയുന്നു? ദേവിയെ ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന് പറയുന്നു. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാം അറിയുന്ന ആളായിട്ടും എല്ലാം അറിയപ്പെടേണ്ട വസ്തുക്കളായിട്ടും വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. കാണുന്ന ദ്രഷ്ടാവും ദേവി തന്നെ, കാണപ്പെടുന്ന ഈ ലോകവും ദേവി തന്നെ. വാസ്തവത്തില് രണ്ടില്ല. അതാണ് നാം ഓരോരുത്തരും നമ്മെ തന്നെ കാണണം എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ശരിക്കും നമ്മെ തന്നെ കാണുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ഹൃദയകുഹരത്തിലിരിക്കുന്ന ദേവിയെയും നമ്മൾ കാണും. അപ്പോഴാണ് സച്ചിദാനന്ദത്തിന്റെ ആ അനുഭൂതി നമ്മൾക്ക് പ്രാപ്യമാവുന്നത്. അപ്പൊ ദേവി ഇവിടെ രണ്ടല്ല, ഒന്നാണ്. കാണുന്ന ആളും കാണുന്ന വസ്തുവും, ഇനി കാണുന്ന ആ പ്രോസസ്സും. ത്രിപുടി കണ്ടപ്പോൾ ഇതും കണ്ടതാണ് നമ്മള്. മൂന്നും ഒന്ന് തന്നെയാണ്. ആ മൂന്നും ഒന്നായിരിക്കുന്ന സ്വരൂപമാണ് ദേവിയുടെ. അപ്പൊ ദേവി അല്ലാണ്ട് ഒന്നുമില്ല. ഇത് തന്നെയാണ് അദ്വൈതം പറയുന്നത്, അദ്വൈത സിദ്ധാന്തം പറയുന്നത്. ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന് വെച്ചാൽ ജ്ഞാതാവും അല്ലെങ്കിൽ ദൃഷ്ടാവും അതുപോലെ തന്നെ ജ്ഞേയമായിട്ടുള്ളതും ദൃശ്യവും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന് പറയുന്നു. ഇതോടുകൂടി ഈ ശ്ലോകം അവസാനിക്കുകയാണ്. നമ്മൾ 180 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. യോനിമുദ്രാ ത്രിഖണ്ഡേശി ത്രിഗുണാംബാ ത്രികോണക അനഘാദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി. യോനിമുദ്രാ ത്രിഖണ്ഡേശി ത്രിഗുണാംബാ ത്രികോണക അനഘാദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി. അപ്പൊ ഇവിടെ നമ്മൾ ആ സിമ്പൽ കാണുന്നിടത്ത് ആകാരമായിട്ട് വായിക്കണം. രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞാൽ ആകാരമാണത്, നീട്ടണം. അങ്ങനെയാണ് ഇതിന്റെ ആ അനുഷ്ടുപ്ത് 8 ആ വരികളിലെ അക്ഷരങ്ങള് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ
റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആ വൃത്തം നഷ്ടപ്പെടും. അനുഷ്ടുപ്ത ദേവത തന്നെയാണ് ഇവിടെ, ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോ 982 മുതൽ 999 വരെയുള്ള, അല്ല, 982 മുതൽ 8 നാമങ്ങളാണ്. 989, 982 മുതൽ 989 വരെയുള്ള 8 നാമങ്ങളാണ് ഇവിടെ. ഓരോ നാമങ്ങളായിട്ട് കാണാം. യോനി മുദ്ര, അപ്പോൾ നമ്മൾ കണ്ടു ശ്രീചക്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സർവാനന്ദമയ ചക്രത്തില് ഇരിക്കുന്ന മുദ്രാദേവത തന്നെ ആരാണ്? യോനി മുദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ ശരിക്കും ഇവിടെ ചക്രേശ്വരി മഹാത്രിപുര സുന്ദരിയാണ്. മഹാത്രിപുര സുന്ദരി മുദ്രാദേവത യോനി മുദ്ര എന്നാണ്. അപ്പോ മുദ്രാദേവതയുടെ പേരും മുദ്രയും യോനി മുദ്ര എന്ന് തന്നെയാണ്. അപ്പൊ മുദ്രാദേവതയായിട്ടും മുദ്രയായിട്ടും ഈ ശ്രീചക്രത്തിന്റെ കേന്ദ്ര ബിന്ദുവില് സ്ഥിതി ചെയ്യുന്നത്, യോനി മുദ്രയായിട്ട് സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. ഈ മഹാത്രിപുര സുന്ദരിയായിട്ട് ഈ ചക്രത്തിന്റെ മധ്യത്തില് കാമേശ്വരാംഗസ്ഥയായിരിക്കുന്ന ദേവി തന്നെയാണ് അവിടുത്തെ മുദ്രാദേവതയും യോനി മുദ്ര എന്ന് പറയുന്ന മുദ്രാദേവതയും. അപ്പൊ അതുകൊണ്ട് ദേവി യോനി മുദ്രാരൂപത്തിൽ, ഇപ്പൊ വശിന്യാദി ദേവതകളും ദേവി തന്നെയാണ്, എല്ലാം ദേവി തന്നെയാണ്. പക്ഷെ എടുത്തു പറയാണ് യോനി മുദ്ര എന്ന് പറയുന്നത്. കാരണം ശ്രീചക്രത്തിന്റെ മധ്യസ്ഥയായിട്ടിരിക്കുന്ന ആ ബിന്ദുമണ്ഡലത്തിലത്തെ മുദ്രാദേവതയാണ്. ഇപ്പൊ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് അത് ദേവി തന്നെയാണ്. അതുകൊണ്ട് യോനി മുദ്ര. ഓം യോനി മുദ്രായേ നമ. അടുത്ത 983 നാമം ത്രിഖണ്ഡേശി. ത്രിഖണ്ഡേശി, ത്രിഖണ്ഡേശി എന്ന് പറയുമ്പോൾ നമ്മള് വീണ്ടും ശ്രീചക്രത്തിലെ ആവരണങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ്? ദശമുദ്ര സമാരാധ്യ എന്ന നാമത്തില് 9 നവാവരണ ചക്രങ്ങളെ നമ്മൾ കണ്ടു. അതിനകത്ത് എന്താണ്? ശ്രീചക്രത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള 10ാമത്തെ മുദ്രയ്ക്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? സർവത്രിഖണ്ഡ എന്ന് പറഞ്ഞു. അപ്പൊ 10ാമത്തെ മുദ്രയാണ് സർവത്രിഖണ്ഡ. അപ്പോ ആ 10ാമത്തെ മുദ്ര അതാണ് സർവത്രിഖണ്ഡ. ഈ 3 ഖണ്ഡങ്ങളുള്ള ഈ ഈ മുദ്രയെ, അല്ലെങ്കിൽ ആ മുദ്രാ ദേവതയെ എന്ത് പറയുന്നു? ത്രിഖണ്ഡ എന്ന് പറയുന്നു. അപ്പോ ശരിക്കും നവാവരണങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാ വരുന്നത്? മുഴുവൻ നമ്മൾ ശ്രീചക്രത്തെ എടുക്കുമ്പോൾ മുദ്രാദേവതയായിട്ട് അർപ്പിക്കുന്നതാണ് സർവത്രിഖണ്ഡ. 3 3 3 ആയിട്ടാണ് പോകുന്നത്. ആദ്യം 3 പിന്നെ ആവരണങ്ങള്, പിന്നെ 3 ആവരണങ്ങള്, പിന്നെ 3 ആവരണങ്ങൾ, അങ്ങനെ 9 ആവരണങ്ങൾ. അപ്പോ ഈ 3 ഖണ്ഡങ്ങളായിട്ട്, ആ ഖണ്ഡങ്ങളായി നമ്മൾ ആരാധിക്കുകയാണ് മുഴുവൻ ശ്രീചക്രത്തെയും. അപ്പൊ സർവത്രിഖണ്ഡ എന്നുള്ള മുദ്രയാണ് അവിടെയുള്ള. ആ മുദ്രയാണ് ആ ത്രിഖണ്ഡേശിയായിട്ട്, ആ മുദ്രാ ദേവതയായിട്ട് വിളങ്ങുന്ന ത്രിഖണ്ഡേശിയും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് നമസ്കാരം. അതുകൊണ്ട് ത്രിഖണ്ഡേശി എന്നുള്ള നാമം. ഇപ്പൊ ശ്രീചക്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാമായി. 10ാമത്തെ മുദ്രയാണ് സർവത്രിഖണ്ഡ. ആ ത്രിഖണ്ഡയുടെ ഈശ്വരിയായിട്ട് വിളങ്ങുന്ന ദേവിയാണ് ത്രിഖണ്ഡേശി. 3 ഖണ്ഡങ്ങളുള്ളതുകൊണ്ടാണ് ത്രിഖണ്ഡ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ മറ്റർത്ഥങ്ങളുമുണ്ട് ഈ നാമത്തിന്. ഇപ്പൊ പഞ്ചദശാക്ഷരി മന്ത്രം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു വാഗ്ഭവകൂടം, മധ്യകൂടം, അതുപോലെ തന്നെ ശക്തികൂടം. അതിനെ ദേവിയുടെ ശരീരമായിട്ട് വർണ്ണിക്കുമ്പോൾ ഈ മുദ്രയെ, പഞ്ചദശാക്ഷരി മന്ത്രത്തെ അല്ലെങ്കിൽ ഷോഡശാക്ഷരി മന്ത്രത്തെ വാഗ്ഭവകൂടം, അക്ഷരങ്ങളൊക്കെ കണ്ടതായിരുന്നു നമ്മള്. വാഗ്ഭവകൂടം എന്ന് പറഞ്ഞാൽ വാഗ്ഭവകൂടൈക മുഖപങ്കജ എന്നുള്ള നാം നമ്മൾ പഠിച്ചു. മധ്യകൂട സ്വരൂപിണി എന്നുള്ളത് നമ്മൾ കണ്ടു. ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി എന്ന് കണ്ടു. കടീതള ഭാഗം, താഴത്തുള്ള ഭാഗമാണ് ശക്തികൂടം. ആ മന്ത്രത്തെ ദേവിയുടെ സ്വരൂപമായി കാണുമ്പോൾ വാഗ്ഭവകൂടം മുഖവും, അതുപോലെ മധ്യകൂടം ശരീരവും, അധോഭാഗം ദേവിയുടെ ശക്തികൂടവുമാണ്. ഈ 3 ഖണ്ഡങ്ങളാണ്. അപ്പോ ഇത് തന്നെയാണ് പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ 3 ഖണ്ഡങ്ങളായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? അതിനെ 3 ഖണ്ഡങ്ങളാണ്, ത്രിഖണ്ഡ എന്ന് പറയും. ആ 3 ഖണ്ഡങ്ങൾക്കും അധിഷ്ഠാത്രി ആരാണ്? ദേവി തന്നെയാണ്, ത്രിഖണ്ഡേശി. അപ്പോ ഇത് നവാവരണ ചക്രങ്ങളുടെ അവസാനത്തെ ദശമുദ്രയുടെ സർവത്രിഖണ്ഡയായ ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 3 കൂടങ്ങളാണെങ്കിലും അതിന്റെയൊക്കെ അധിഷ്ഠാത്രി ദേവി തന്നെയാണ്. അതുകൊണ്ട് ത്രിഖണ്ഡേശി. ഇനി കുണ്ടലിനി. ഇത് 3 നമ്മൾ പറയുന്നത്. ഇവ കുണ്ടലിനിയിൽ എങ്ങനെയാണ്? ഷഡ് ചക്രങ്ങളാണ്. ഷഡ്ചക്രങ്ങൾ പഠിച്ചതാണ് നമ്മൾ, ഓരോ നാമങ്ങളും കണ്ടതാണ്. അപ്പൊ ആദ്യം മൂലാധാരത്തിൽ വരും, അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിൽ വരും, അത് കഴിഞ്ഞ് മൂന്നാമത്തത് മൂലാധാരവും സ്വാധിഷ്ഠാനവും, അത് കഴിഞ്ഞ് മണിപൂരകവും അനാഹതവും, അത് കഴിഞ്ഞാൽ വിശുദ്ധിയും ആജ്ഞയും. ഇങ്ങനെ 3 ഖണ്ഡങ്ങൾ. എങ്ങനെയാണ് ഖണ്ഡങ്ങളാവുന്നത്? ഈ മൂലാധാരവും സ്വാധിഷ്ഠാനവും ആ സാധകൻ ആ സാധന ചെയ്ത് തന്റെ കുണ്ടലിനി ശക്തിയെ ഉയർത്തുമ്പോൾ
ആ സ്വാധിഷ്ഠാനത്തിനും മണിപ്പൂരത്തിനും ഇടയ്ക്ക് എന്താണുള്ളത്? ഒരു ഖണ്ഡമുണ്ട്, ചന്ദ്രഖണ്ഡം. ആ ചന്ദ്രഖണ്ഡത്തിന്റെ ബ്രഹ്മഗ്രന്ഥിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ചന്ദ്രഖണ്ഡത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുണ്ടലിനി ശക്തി ബ്രഹ്മഗ്രന്ഥി, സാധകന്റെ ശക്തി കൊണ്ട് ബ്രഹ്മഗ്രന്ഥി വിഭേദിക്കുന്നു. അപ്പൊ ചന്ദ്രഖണ്ഡത്തിലാണ് ആദ്യത്തെ പ്ലാറ്റ്ഫോം. അപ്പോ നമ്മൾ 3 ഖണ്ഡങ്ങളായിട്ട് അവിടെയും മുറിക്കാൻ പറ്റും. കുണ്ടലിനിയുടെ മൂലാധാരത്തിനും സ്വാധിഷ്ഠാനത്തിനും മുകളില്, എന്നാലോ മണിപൂരകത്തിന് താഴെയുള്ള ചന്ദ്രഖണ്ഡം, അവിടെ ആ ഖണ്ഡ മുറിച്ചു പോകുമ്പോഴാണ് ബ്രഹ്മഗ്രന്ഥി വിവേദിനിയാവുന്നത് കുണ്ടലിനി ശക്തി. ഇനിയോ മണിപൂരകവും അനാഹതവും, മറ്റൊരു ഖണ്ഡം. അനാഹതത്തിനും വിശുദ്ധിക്കും നടുവിലുള്ള ഖണ്ഡമാണ് സൂര്യഖണ്ഡം. അപ്പൊ സൂര്യഖണ്ഡത്തിന്റെ അവിടെയുള്ള ഗ്രന്ഥി എന്താണ്? വിഷ്ണു ഗ്രന്ഥി വിഭേദിനി. അപ്പോ ഈ അനാഹത ചക്രം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും, ഈ സൂര്യഖണ്ഡത്തിലെത്തും. സൂര്യഖണ്ഡത്തിൽ വിഷ്ണു ഗ്രന്ഥി വിഭേദിച്ചു കഴിഞ്ഞാൽ സാധകന്റെ കുണ്ടലിനി ശക്തി വിശുദ്ധി ചക്രത്തിലേക്ക് പോകും. വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ കണ്ഠസ്ഥ ചക്രമാണ്. കണ്ഠസ്ഥ ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി? ആ പരമോന്നത പദത്തിന് തൊട്ടടുത്തെത്തി. കാരണം കണ്ഠം ശുദ്ധമായി എന്നുള്ളതാണ്. വാക്ക് ശുദ്ധമായി, പ്രവൃത്തി ശുദ്ധമാവും. വാക്ക് ശുദ്ധമാവുമ്പോ എല്ലാം ശുദ്ധമായി കഴിഞ്ഞു. അപ്പോ വിശുദ്ധി ചക്രവും ആജ്ഞാചക്രവും, ഭ്രൂമധ്യത്തിലുള്ള ചക്രമാണ് ആജ്ഞാചക്രം. ആ ആജ്ഞാചക്രത്തിൽ എത്തുമ്പോ എന്ത് പറ്റും? അതിന്റെ മുകളിലേക്കാണ് അടുത്തത് ഈ മണിപൂരകവും അനാഹതവും കഴിഞ്ഞ് വിശുദ്ധിയിലേക്ക് എത്തുമ്പോൾ, അവിടെ എത്തുമ്പോൾ ആണ് രുദ്രഗ്രന്ഥി വിഭേദിനി. എവിടെ എത്തുമ്പോ ആജ്ഞാചക്രം വിഭേദിച്ചിട്ട് സഹസ്രാരത്തിലേക്ക് പോകണമെങ്കിൽ അവിടെയുള്ള പ്ലാറ്റ്ഫോമാണ് അഗ്നികണ്ഠം. അഗ്നികണ്ഠത്തില് രുദ്രഗ്രന്ഥി വിഭേദിനി എന്നാണ് പറയുന്നത്. രുദ്രഗ്രന്ഥിയും സാധകന്റെ സാധനാശക്തി കൊണ്ട് അത് വിഭേദിച്ചു കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി എവിടെ എത്തും? രുദ്രഗ്രന്ഥി വിവേദിനി കഴിഞ്ഞാൽ എന്താണ്? സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. ഈ നാമങ്ങളൊക്കെ എത്ര മനോഹരമായി പഠിച്ചതാണ്. ഇതൊക്കെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരൊറ്റ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള, എല്ലാം ഓർത്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോ ഓരോ ഗ്രന്ഥിയും വിഭേദിച്ച് ചക്രങ്ങൾ കണ്ടു നമ്മൾ. എല്ലാ ചക്രങ്ങളും, ഷഡ്ചക്രങ്ങൾ വിഭേദിച്ച് അങ്ങനെ ഈ അജ്ഞാചക്രത്തിലുള്ള രുദ്രഗ്രന്ഥി വിഭേദിച്ചിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ അവിടെയാണ് അഗ്നികണ്ഠമുള്ളത്. അഗ്നികണ്ഠത്തിൽ നിന്നും രുദ്രഗ്രന്ഥി വിഭേദിച്ച് മുന്നിലോട്ട് പോകുമ്പോഴാണ് ശിവശക്തി സംയോഗം ഉണ്ടാവുന്നത്. അപ്പൊ സാധകൻ അങ്ങനെ ആ കുളാമൃത ഐകരസിക കുളസങ്കേതപാലിനി എന്നുള്ള നാമം കണ്ടു അവിടെ എത്തും. അപ്പൊ ഇവിടെ ഈ ഖണ്ഡങ്ങളും ഏതൊക്കെ? ചന്ദ്രഖണ്ഡം, സൂര്യഖണ്ഡം, അഗ്നികണ്ഠം. ഈ 3 ഖണ്ഡങ്ങളും എന്താണ്? നമ്മുടെ കുണ്ടലിനി ഷഡ്ചക്രങ്ങളുടെ 3 ഖണ്ഡങ്ങളാണ്. അതും ദേവി തന്നെയാണ് അവിടേക്ക് അധിഷ്ഠാത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ടും ത്രികണ്ഠേശി. ദേവി ത്രികണ്ഠേശിയായിട്ട് നവാവരണങ്ങളിൽ ഇരിക്കുന്നു. ദേവി ത്രികണ്ഠേശിയായിട്ട് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ സ്വരൂപത്തിലിരിക്കുന്നു. ദേവി ത്രികണ്ഠേശിയായിട്ട് നമ്മുടെ കുണ്ടലിനി ഷഡ്ചക്രങ്ങളില് ഇരിക്കുന്നു. അതുകൊണ്ട് ദേവി ത്രികണ്ഠേശി. ഓം ത്രികണ്ഠേശിയൈ നമഃ. നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത നാമത്തിലേക്ക് പോവാം. 984 നാമം ത്രിഗുണ. ത്രിഗുണ, ത്രിഗുണങ്ങളുള്ളവള്. ത്രിഗുണങ്ങൾ എന്ന് പൊതുവെ പറഞ്ഞാൽ സത്വം, രജസ്, തമസ്. ഇത് 3ഉമായിട്ട് ദേവി തന്നെയാണ്. മൂലപ്രകൃതിയാണ് ദേവി. മൂലപ്രകൃതി അവ്യക്ത എന്ന് നമ്മൾ പഠിച്ചതാണ്. വ്യക്താവ്യക്ത സ്വരൂപിണി. മൂലപ്രകൃതിയാണ് ദേവി. മൂലപ്രകൃതിയിൽ നിന്നാണ് ഈ മഹത്തത്വം, അഹങ്കാരതത്വം ഒക്കെ ഉണ്ടാവുന്നത്. അതിന്റെ 3 ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. അതുകൊണ്ടാണ് ദേവി 24 തത്വങ്ങൾ കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി നടത്തുന്നത്, പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അപ്പോ ത്രിഗുണ എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളാണ്. ദേവി മൂലപ്രകൃതിയാണ്. സത്വര തമോ ഗുണങ്ങളായിട്ട് ദേവി പരിണമിച്ചിട്ട് എന്താവും? ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി നടത്തുന്നു. അപ്പോൾ മൂലപ്രകൃതിയായിട്ടുള്ള പ്രകൃതി സ്വരൂപിണിയാണ് ദേവി എന്നാണ് ത്രിഗുണ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ദേവി ഈ ത്രിഗുണങ്ങളില് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദേവിയെ ത്രിഗുണ എന്ന് പറയുന്നു. ഓം ത്രിഗുണായേ നമ. അപ്പൊ ഇവിടെ സത്വരജ തമോ ഗുണങ്ങളാണ് ഇവിടെ ത്രിഗുണങ്ങളായിട്ട് കാണുന്നത്. അടുത്ത നാമം വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. 985 നാമം അംബ. അംബ. അംബ എന്ന് പറഞ്ഞാൽ അമ്മ, അമ്പാൾ. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് പറയുക. ഇപ്പൊ നമ്മള് കാമേശ്വരി ആയിട്ട് നമ്മള് ഇവിടെ പോവുകയാണെന്ന് കരുതുക. ഇപ്പോ ഓരോ ക്ഷേത്രങ്ങളിൽ പോഴും അമ്പാളായിട്ടാണ് ദേവി അവിടെ വിലസുന്നത്.
അപ്പോൾ അമ്പാൾ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്, സർവത്തിനും ഉദ്ഭവകാരിണിയാണ്. അപ്പൊ ആദ്യത്തെ ശ്രീമാത എന്നുള്ള നാമവും അത് തന്നെയായിരുന്നു. ഇപ്പൊ വീണ്ടും 985 നാമത്തിലും അംബ എന്ന് പറഞ്ഞാൽ ജഗത് ജനനിയാണ് ദേവി. സകല ചരാചരങ്ങളുടെയും അമ്മയായി വർത്തിക്കുന്നവളാണ് ദേവി. ആ അമ്പയ്ക്ക് നമസ്കാരം. അംബ. അടുത്തത് 986 നാമം ത്രികോണക. 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 അവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ത്രികോണക എന്ന് വരരുത്. ത്രികോണക. കായും ഗായുമാണ്. ത്രികോണക. അപ്പോ ത്രികോണത്തിൽ ഗമിച്ചവൾ. അപ്പൊ നമുക്കറിയാം ഇത്. ത്രികോണങ്ങൾ എവിടെയാണുള്ളത്? ത്രികോണങ്ങള് 43 ത്രികോണങ്ങള്, 4 ശിവത്രികോണങ്ങള്, ഊർധ്വമുഖ ത്രികോണങ്ങളും 5 ശക്തി ത്രികോണങ്ങളും പരസ്പരം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാവുന്ന 43 ത്രികോണങ്ങള്. ആ 43 ത്രികോണങ്ങള്, ഈ ത്രികോണങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുന്നവളാണ്. ഇനി ഇതൊന്നും അല്ലാതെ അവസാനത്തെ ത്രികോണം അല്ലെ, അവസാനത്തെ ത്രികോണത്തില് അതിന്റെ നടുക്ക്, ഏറ്റവും സെന്ററിലുള്ള ത്രികോണത്തിന്റെ നടുക്ക് ദേവി, ആ ഊർധ്വമുഖ ത്രികോണത്തിന്, അധോമുഖ ത്രികോണത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ബിന്ദുമണ്ഡലവാസിനിയായിട്ട്. അപ്പോഴും ദേവി ത്രികോണങ്ങളിൽ ഗമിച്ചവളാണ്. ത്രികോണങ്ങളിൽ ഗമിച്ചവളാണ് ദേവി. ത്രികോണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ത്രികോണക. അപ്പൊ ഇവിടെ ഈ നമ്മൾ കാണുന്നത് എന്താണ്? ശ്രീചക്രം. ശ്രീചക്രത്തിന്റെ ആ എല്ലാ ത്രികോണങ്ങളിലും ദേവിയുണ്ട്. അതുപോലെ തന്നെ ആ ബിന്ദുമണ്ഡലവാസിനിയായിട്ട് അവസാനത്തെ ത്രികോണത്തിലും ദേവി ഇരിക്കുന്നു. അതുകൊണ്ട് ദേവി ത്രികോണക. ഇനി 987 നാമം അനഘ. അനഘ. അഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അഘം, അഘമകലും. അഘം എന്ന് പറഞ്ഞാൽ പാപം അല്ലെങ്കിൽ ദുഃഖം, ദോഷം. ശരിക്കും പ്രോമിനന്റ് ആയിട്ട് മീനിങ് പാപം തന്നെയാണ്. ദുഃഖം, അശുദ്ധി, വിപത്ത്, ദോഷം, പാപം, ഇതൊക്കെയാണ് അഘം എന്ന് പറഞ്ഞാൽ. അപ്പോ അനഘ എന്ന് പറഞ്ഞാൽ എന്താണ്? അഘമില്ലാത്തത്, നെഗറ്റീവായി. അഘമില്ലാത്തവളാണ് ദേവി. ദേവിയെ ദുഃഖവും പാപവും ദോഷവും ഒന്നും പാപം ബാധിക്കില്ല ദേവിയെ. അപ്പൊ ദേവി പല അവതാരങ്ങളും എടുത്തു വരും അല്ലെ. പല അവതാരങ്ങളും എടുത്തിട്ട് പലരെയും ദേവി വധിക്കുന്നുണ്ട് ശക്തി സ്വരൂപിണിയായിട്ട്. അപ്പൊ ഇവരൊക്കെ വധിക്കുമ്പോ ദേവിക്ക് പാപം ഉണ്ടാവണ്ടേ? ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മള് ഓരോ കർമ്മം ചെയ്യുമ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫലം ഇച്ഛിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നത് പോലും ഫലം ഇച്ഛിച്ചിട്ടാണ്. അപ്പൊ ഫലം ഇച്ഛിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതിൽ നിന്നും പാപം ഉണ്ടാവും. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും ദോഷമായി മാറും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗുണമാണെങ്കിൽ നമുക്ക് ഗുണമായി മാറും. ആർക്കും ദോഷമായില്ലെങ്കിൽ നമുക്ക് ഗുണമായി മാറും. അപ്പൊ ആ ഗുണമായി മാറുന്നത് എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് നമുക്ക് പാപമായി ഭവിക്കും. അപ്പോ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും കാക്ഷിച്ച് ചെയ്യുന്ന എന്ത് കർമ്മങ്ങളിലും പാപം നമുക്ക് കിട്ടും. പാപത്തിന്റെ ദംശനം ഉണ്ടാവും. അപ്പോ ദേവിക്കാണെങ്കിലോ ഈ കർമ്മഫലത്തിലും കർമ്മത്തിലും ഒന്നും ദേവിക്ക് ഒരു ബാധവുമില്ല. ദേവി ഇതൊക്കെ ചെയ്യുന്നത് ലോക നന്മയ്ക്കാണ്. അതുകൊണ്ട് ദേവി ഇതൊന്നും സ്പർശിക്കുകയില്ല. നമുക്കറിയാം ദേവി എല്ലാറ്റിനും ഉപരിയാണെന്ന്. പക്ഷെ ഇവിടെ കമ്പാരിസൺ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് എങ്ങനെയാണ് പാപം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്, കർമ്മണ്യേവ അധികാരസ്തേ മാബലേഷു കഥാചന. കർമ്മം ചെയ്യൂ നീ, കർമ്മത്തിൽ നിന്ന് ഒടിച്ചോടരുതെന്നും പറഞ്ഞു ആ ശ്ലോകത്തിൽ തന്നെ. പക്ഷെ ഫലത്തിൽ ഇച്ഛിച്ച്, ഫലത്തിന് വേണ്ടി മാത്രം എപ്പോഴും അത് തന്നെ ചിന്തിച്ച് കർമ്മം ചെയ്യാതിരിക്കൂ. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫലം തരുമെന്നും വിചാരിക്കണ്ട. ഞാൻ അത് തന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കിട്ടുന്ന ഫലം എന്താണെങ്കിലും ആ ഫലത്തില് ഇച്ഛയില്ലാത്ത രീതിയിൽ നിഷ്കാമമായിട്ട് നീ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മെ പാപം സ്പർശിക്കുകയില്ല. അപ്പൊ നമ്മളെ വീണ്ടും 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 പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക്, നിർമ്മല അവസ്ഥയിലേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും കൊണ്ടെത്തിക്കാനാണ് വീണ്ടും വീണ്ടും ഈ നാമങ്ങൾ പറയുന്നത്. അപ്പൊ ദേവിയെ ഒരു പാപവും ബാധിക്കാത്തതാണ്, ഒരു കർമ്മങ്ങളും ബാധിക്കാത്തതാണ്. അതുകൊണ്ട് ദേവി അനഘ, അഘമില്ലാത്തവളാണ്, പാപമില്ലാത്തതാണ്. കാരണം ദേവി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ദേവിക്ക് വേണ്ടിയിട്ടല്ല അതെല്ലാം ചെയ്യുന്നത്. ലീലകളാണ് ദേവിയുടെ. ബ്രഹ്മാണ്ടത്തിന് ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ലീലകളാണ്. ദേവി ശിഷ്ടരെ രക്ഷിക്കും, അതുപോലെ തന്നെ ദുഷ്ടരെ ശിക്ഷിക്കും. ഇതൊക്കെ ദേവി ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ദേവിക്ക് ഒരു പാപവും ബാധിക്കില്ല. അതുകൊണ്ട്
ദേവി അനഘ എന്ന് പറയുന്നു. ദോഷമില്ല, പാപമില്ല, വിപത്തില്ല, ശുദ്ധ ബ്രഹ്മമാണ് ദേവി. അതുകൊണ്ട് ഓം അനഘായേ നമ. 988 നാമം അദ്ഭുത ചാരിത്ര്യ. അപ്പൊ ഇവിടെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അനഘാത്ഭുത ചാരിത്രം ഒറ്റ നാമമായിട്ട് നമ്മൾ വായിക്കും. പക്ഷെ അനഘാത്ഭുത ചാരിത്രം നീട്ടിയിട്ട് അവിടെ അദ്ഭുത ചാരിത്ര്യ എന്ന് വരണം. ആ അദ്ഭുത ചാരിത്ര്യ എന്നുള്ളത് മറ്റൊരു നാമമാണ്. 988 നാമം അദ്ഭുതങ്ങളായ ചരിത്രങ്ങളോട് കൂടിയവൾ. ഹിസ്റ്ററി ഓഫ് ദ ഗോഡസ് ഇസ് സോ ഗ്രേറ്റ്, സോ ഗ്രേഷ്യസ്, അല്ലെ? അതുപോലെ തന്നെ അനഘമായ ചാരിത്ര ശുദ്ധിയോട് കൂടിയവളുമാണ് ദേവി. ജന്മജന്മാന്തരങ്ങളില് നമ്മൾ കണ്ടു ദേവി എപ്പോഴും ആ പരമശിവന്റെ പത്നിയായിട്ട് അങ്ങനെ ചാരിത്രവതിയായിട്ട് വിളങ്ങുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി അനഘാത്ഭുത ചാരിത്ര്യ. ദേവിയുടെ ചരിത്രം അമേസിങ് ചരിത്രമാണ് ദേവിയുടെ. അതിശയമായ ഗുണങ്ങളോട് കൂടിയതാണ്. ദേവി ശിവനും ശക്തിയുമാകുന്നു. ദേവി ത്രിമൂർത്തികളെ സൃഷ്ടിക്കുന്നു. ദേവി ജഗത്തിനെ സൃഷ്ടിക്കുന്നു. ദേവി മന്ത്രരൂപത്തിലും തന്ത്രരൂപത്തിലും ശ്രീചക്രത്തിലായി ഒക്കെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ദേവി പല പല അവതാരങ്ങൾ ചെയ്യുന്നു. ദേവി ശിഷ്ടരെ രക്ഷിക്കുന്നു, ദുഷ്ടരെ ശിക്ഷിക്കുന്നു. ഇതൊക്കെ ദേവി ചെയ്യുന്നുണ്ട്. എത്ര ഗംഭീരമായിട്ടുള്ള ലീലകളാണ് ദേവിയുടെ. ഈ ലീലകളൊക്കെ ചെയ്യുന്ന ദേവി അദ്ഭുത ചാരിത്രയാണ്. അനഘയാണ് ദേവി, അദ്ഭുത ചാരിത്രയാണ് ദേവി. അതുപോലെ തന്നെ ദേവിയുടെ ലീലകൾ അപാരമാണ്. ദേവി ശിവന്റെ അർദ്ധാംഗിനിയാണ്. അതുകൊണ്ട് ദേവി ചാരിത്രവതി കൂടിയാണ്. അതുകൊണ്ട് അദ്ഭുത ചാരിത്ര്യ. ഓം അദ്ഭുത ചാരിത്ര്യായേ നമ. ഇനി 989 നാമം, ആ ശ്ലോകത്തിലെ 180 ശ്ലോകത്തിലെ അവസാനത്തെ നാമാണ് വാഞ്ചിതാർത്ഥപ്രദായിനി. വാഞ്ചിതാർത്ഥപ്രദായിനി, വാഞ്ചിതാർത്ഥപ്രദായിനി. വാഞ്ചിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിച്ചത്, ഇച്ഛിച്ചത്, ആഗ്രഹിച്ചത്, അല്ലെ? വാഞ്ചിതാർത്ഥപ്രദായിനിയാണത്രേ കാമാക്ഷി, കാമാക്ഷി അമ്പാള്. അപ്പോ ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കുന്നതാണ് വാഞ്ചിതാർത്ഥപ്രദായിനി. അപ്പോ എന്താണ് ഇവിടെ? ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു തരുന്ന ദേവിയെ വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പറയുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞ ഭൗതിക സമ്പത്ത് മാത്രമല്ല പറയുന്നത്. കാരണം അർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥം എന്ന് കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾ വിചാരിച്ചോ അതുപോലെയാണ്. അതുകൊണ്ടാണ് വാഞ്ചിതം. എനിക്ക് മാത്രം നന്മ വരണേ എന്ന് വിചാരിച്ചിട്ടാ പ്രാർത്ഥിച്ചെങ്കിൽ അതും സാധിക്കും, ശരിക്കും അർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ. പക്ഷേ വാഞ്ചിതം, അവിടെ സ്വാർത്ഥം വന്നു. അപ്പൊ നേരത്തെ അനഘമാവില്ലേ അത്. അപ്പോ അർത്ഥങ്ങളൊക്കെ തരും. പക്ഷെ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കും ദി അൾട്ടിമേറ്റ് അർത്ഥം, പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, ഭൗതികമായിട്ടുള്ളത് എല്ലാം തന്നു. സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മവും അർത്ഥവും കാമവും തന്നു. അതിനുശേഷം പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം ദേവി തരും. അപ്പോ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാഞ്ചിതാർത്ഥം. ആ അർത്ഥത്തിനെ നിങ്ങൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചിട്ടുള്ള വാഞ്ചിതാർത്ഥത്തെ ദേവി തരും. എന്താ വേണ്ടച്ച തരും. പക്ഷേ ശരിക്കും ഒരു സാധകൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ധർമാർത്ഥ കാമ മോക്ഷത്തെയാണ് ആഗ്രഹിക്കേണ്ടത്. ഭക്തരുടെ ഉപാസനാശക്തിക്കും സമർപ്പണ മനോഭാവത്തിനും അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന വാഞ്ചിതങ്ങളായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ദേവി തരും. അതുകൊണ്ട് ദേവിയെ വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പറഞ്ഞു. ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമ. അങ്ങനെ 180 ശ്ലോകം കഴിഞ്ഞു. 180 ശ്ലോകത്തിലെ ആദ്യത്തെ അഭ്യാസാതിശയജ്ഞാത, സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ പലപ്പോഴും നാവ് പിഴയ്ക്കും. അഭ്യാസാതിശയജ്ഞാത, ഈ നാമം ഇതുപോലെ കൂടുതൽ വിവരിക്കേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ സബര്യ അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.